നടൻ വിജയ് നയിച്ച റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ ഗൂഢാലോചന ആരോപിച്ചിരിക്കുകയാണ് തമിഴ്നാട് വെട്രിക കഴകം കക്ഷി. മദ്രാസ് ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ടായിരുന്നു. ദുരന്തത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് TVK സമർപ്പിച്ച ഹർജി കോടതി പരിഗണിക്കും. റാലിക്കിടെ പോലീസ് ലാത്തി ചാർജ് നടത്തിയെന്നും ദുരന്തത്തിന് മുമ്പ് റാലിക്കെതിരെ കല്ലേർ ഉണ്ടായി എന്നും TVK ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. കരൂരിൽ നടന്ന ദുരന്തത്തിൽ ഇതുവരെ 39 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് തുടർ നടപടികൾക്കായി ഉന്നത ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം കരൂരിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള തമിഴ്നാട് ADGP S ഡേവിഡ്സിന്റെ നേതൃത്വത്തിൽ 6 പോലീസ് സൂപ്രണ്ടുമാരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ദുരന്തവുമായി ബന്ധപ്പെട്ട് TVKയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി N ആനന്ദ്, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി നിർമ്മൽ കുമാർ, കരൂർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ മതിയഴകൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ നടൻ വിജയ്ക്കെതിരെ ഇതുവരെ ഒരു കേസും തന്നെ എടുത്തിട്ടില്ല. അദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വിജയ് 20 ലക്ഷം രൂപയും തമിഴ്നാട് സർക്കാർ 10 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്തത്തിന് 4 പ്രധാന കാരണങ്ങളാണ് ഉള്ളത്. നടൻ വിജയ് തന്റെ കാരവാനിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തിരുന്ന കാരവാന്റെ ജനൽ അടച്ചതും നാമക്കലിൽ നിന്ന് കരൂരിലേക്ക് 100 കണക്കിന് ആരാധകർ വിജയുടെ വാഹനത്തെ പിന്തുടർന്നതും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ അറിയിപ്പുകളും ജനക്കൂട്ടത്തിനിടയിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണതുമാണ് ദുരന്തത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണപ്പെടുന്നത്. വിജയ് പ്രസംഗം ആരംഭിച്ചതിന് ശേഷം വെറും 10 മിനിറ്റിനുള്ളിലാണ് അപകടം സംഭവിച്ച് ദുരന്തമായി മാറിയത്. നാമക്കലിൽ റാലി അവസാനിച്ചതിന് പിന്നാലെ 100 കണക്കിന് ആരാധകർ വിജയുടെ വാഹനത്തെ പിന്തുടരാൻ തുടങ്ങിയിരുന്നു. താരത്തെ കാണുന്നത് ഒഴിവാക്കാൻ കാരവാനിന്റെ വശത്തെ ജനൽ അടച്ചത് തെറ്റായ കണക്കുകൂട്ടൽ തന്നെയായിരുന്നു. വിജയനെ നേരിൽ കാണാനാകാത്തത് കൊണ്ട് തന്നെ കൂടുതൽ പേർ വാഹനത്തെ പിന്തുടർന്ന് വരികയായിരുന്നു. ഈ നിർദ്ദേശം അവഗണിച്ച് വാഹനത്തെ പിന്തുടർന്നെത്തിയ വലിയ ജനക്കൂട്ടം കരൂരിൽ കാത്തു നിന്നവർക്കൊപ്പം ചേർന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. വൈകിട്ട് 7 മണിക്ക് ശേഷം വിജയ് കരൂരിൽ എത്തിയപ്പോഴും സാഹചര്യം പൂർണ്ണമായും നിയന്ത്രണം വിട്ട നിലയിൽ തന്നെയായിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് 10-ലധികം പേർ കയറിയിരുന്ന ഒരു മരക്കൊമ്പ് ജനക്കൂട്ടത്തിലേക്ക് ഒടിഞ്ഞു വീണത് കൂടുതൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇതിനെ തുടർന്ന് ചിതറി ഓടിയ ജനങ്ങൾക്കിടയിൽ തിക്കും തിരക്കും വർദ്ധിച്ച് ദുരന്തമായി മാറുക തന്നെയായിരുന്നു. വിജയ് പ്രസംഗം പൂർത്തിയാക്കി ഉടൻ സ്ഥലത്ത് നിന്ന് മടങ്ങുകയും ചെയ്തു.